ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് വെക്റ്റർ സ്പേസ് എന്നാണ്. വെക്റ്റർ സ്പേസിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വരുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ. ലെറ്റ് വി ബി ആൻ ആർബിട്രറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജെക്ട്സ് ഓൺ വിച്ച് ടു ഓപ്പറേഷൻസ് ആർ ഡിഫൈൻ. അതായത് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ എംപ്റ്റി സെറ്റാണ്, ഒരു ഒബ്ജക്ട്സിൻ്റെ നോൺ എംപ്റ്റി സെറ്റാണ് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞത്. ആ വി എന്ന് പറഞ്ഞത് രണ്ട് ഓപ്പറേഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മീൻസ് കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. By addition we mean a rule for associating with each pair of objects u and v in V an object u plus v called the sum of u and v. അതായത് അഡിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ യു വി എന്ന് പറഞ്ഞത് സ്മോൾ ലെറ്റർ വി ആണ്. യുവും വിയും ക്യാപിറ്റൽ ലെറ്റർ വിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു പ്ലസ് വി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും ആ ക്യാപിറ്റൽ ലെറ്റർ വിയിൽ ഉണ്ടാവും. അതാണ് സം ഓഫ് യു ആൻഡ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കേലാർ എടുത്തു. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയിലൊരു എലമെൻ്റാണ്. ദെൻ കെ ഇൻറ്റു യു, ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു യു എന്ന് പറഞ്ഞ വെക്റ്റർ നമുക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കെ യു എന്ന് കിട്ടും. അത് എലമെൻറ്റ് ഓഫ് എവിടെയായിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ വിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ രണ്ട് കൺസെപ്റ്റാണ്, ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. If the following axioms are satisfied by all objects u, v, w in capital letter V and all scalars k and m, then we call V a vector space and we call the objects in V vectors. അതായത് ക്യാപിറ്റൽ ലെറ്റർ വിനെ നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയണമെങ്കിൽ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ വിയിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ വിയിലെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം. അതേപോലത്തെ എലമെൻ്റാണ് യു വി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റ്. അതേപോലെ കെ എം എന്ന് പറഞ്ഞ രണ്ട് സ്കേലാർസ്, അത് അങ്ങനെ അത്രയും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ആക്സിയോംസ്, അതായത് ഒരു 10 ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ആ നോൺ എംപ്റ്റി സെറ്റിനെ നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് പറയണമെങ്കിൽ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ 3 എലമെൻറ്റ്, അതിന് കൂടുതലും വരും. അപ്പോൾ നമ്മൾ ഈ ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയണം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് യു ആൻഡ് വി ആർ ഒബ്ജക്ട്സ് ഇൻ വി ദെൻ യു പ്ലസ് വി ഈസ് ഇൻ വി. ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ യുവും വിയും, അതായത് ഏതെങ്കിലും 2 എലമെൻറ്റ്സ് വിയിലുള്ളതാണെങ്കിൽ ആ 2 എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താലും വിയിലുണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ യു പ്ലസ് വി ചെയ്താലും വി പ്ലസ് യു, ഏതെങ്കിലും 2 എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും അത് തിരിച്ച് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ 1 + 2 ചെയ്താലും 2 + 1 ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടണം. ഈ തേർഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ദെൻ ഫോർത്ത് വൺ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി ആണ്, 0. ആ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഫോർത്ത് വൺ. There is an object 0 in V called a 0 vector for V such that 0 plus u equal to u plus 0 equal to u for all u in V. അതായത് ഐഡൻറ്റിറ്റി വെക്റ്റർ, അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി വെക്റ്റർ ഏതൊരു എലമെൻറ്റിനായിട്ട് ആഡ് ചെയ്താലും നമുക്ക് അതേ എലമെൻറ്റ് കിട്ടണം. അതേ എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണം, ആ വി എന്ന് പറഞ്ഞ നോൺ എംപ്റ്റി സെറ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഈ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എവിടെ ഉണ്ടായിരിക്കണം, നോൺ എംപ്റ്റി സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി വരെ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, for each u in V there is an object minus u in V called a negative of u. അടുത്തത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പറഞ്ഞ എലമെൻറ്റ് വിയിലുണ്ടായിരിക്കണം, അതിൻ്റെ ഇൻവേഴ്സും എവിടെ ഉണ്ടായിരിക്കണം, വി എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് മൈനസ് യു ചെയ്താലും മൈനസ് യു പ്ലസ് യു ചെയ്താലും ഉണ്ടായിരിക്കണം 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 5 പ്രോപ്പർട്ടീസ് അഡിക്റ്റീവ്, അതായത് അഡിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് 5 പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇനി അടുത്ത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇഫ് കെ ഈസ് എനി സ്കേലാർ ആൻഡ് യു ഈസ് എനി ഒബ്ജക്റ്റ് ഇൻ വി ദെൻ കെ യു ഈസ് ഇൻ വി. അതായത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ്, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിയിലൊരു എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു യു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഉണ്ടായിരിക്കണം, വിയിലുണ്ടായിരിക്കാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ്റെ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിയിലൊരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു യു ചെയ്തിട്ടുണ്ടെങ്കിൽ വിയിലെ എലമെൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, കെ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ്
കെ വി നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കെയിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതായത് യുവും വിയും വിയിലെ എലമെൻറ്റാണ്. 7th പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് യുവും വിയും വിയിലെ എലമെൻറ്റാണ്. ഈ കെ എന്ന് പറഞ്ഞത് ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെ ഇൻറ്റു യു പ്ലസ് കെ വി എന്ന് എഴുതാൻ പറ്റണം. 8th പ്രോപ്പർട്ടി പറഞ്ഞാൽ രണ്ട് സ്കേലാർസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് യു എന്ന് പറഞ്ഞ എലമെൻറ്റ് അതായത് വിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ യു പ്ലസ് എം യു എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് 9th വൺ കെ മൾട്ടിപ്ലിക്കേറ്റീവ് അസോസിയേറ്റീവ് ആണ് പറയുന്നത്. കെ ഇൻറ്റു എം യു ഈക്വൽ ടു കെ എം ഇൻറ്റു യു എന്ന് എഴുതാൻ പറ്റും. ദെൻ 10th വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞാൽ 1 ആണ്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എവിടെ ഉണ്ടാവണം? ബിയിലുണ്ടാവണം. 1 ഇൻറ്റു യു ഈക്വൽ ടു യു. അപ്പോൾ ഈ 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെക്റ്റർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ എം ടി സെറ്റാണ്. ആ വീനെ നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയണമെങ്കിൽ ഈ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. 5 പ്രോപ്പർട്ടി അഡീഷൻ്റെയും 5 പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ്റെയും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡെഫിനിഷൻ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.